ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമുക്കിന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. അപ്പോൾ നമ്മളിന്ന് വെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഷർട്ടാണ് കേട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടില്ല, നല്ല ഭംഗിയില്ലേ. പാൻറ് തന്നെയാണ് കേട്ടോ, ഷർട്ട് മാത്രം ചേട്ടൻ്റെ ഉള്ളൂ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു മോയ്സ്ചറൈസർ ഇടാണ്. ഞാനിത് ഈവനിങ് ഔട്ടിങ് പോവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് സൺസ്ക്രീം ഇടാത്തത്, സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കഴുത്തിലും കയ്യിലും എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുത്തു. ഞാൻ ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസറാണ്, വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. അത് കഴിഞ്ഞിട്ടൊരു പ്രൈമറാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഞാൻ പ്രൊഡക്റ്റ് പറ്റുവാണെങ്കിൽ ഞാൻ ഇതിൽ ലിങ്ക് ചെയ്ത് പിന്നെ ഇത് കൊടുക്കാം കേട്ടോ. പ്രൈമറും കൂടി അപ്ലൈ ചെയ്തു. എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ടാണ് കേട്ടോ പ്രൈമർ അപ്ലൈ ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് പാച്ചസ് പോലെ വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ്, സ്ട്രോപ്പ് ക്രീമാണ്. അപ്പോൾ രാത്രിയാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ കുറച്ചൊക്കെ തിളങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ സ്ട്രോപ്പ് ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുത്തത്. അതിനുശേഷം ഞാനിവിടെ ഫൗണ്ടേഷനാണ്, എവരിഡേ മാറ്റിൻ്റെ ആണ് ഫൗണ്ടേഷൻ വരുന്നത്. ഒരുപാടൊന്നും എടുക്കുന്നില്ല, അതിന് ലൈറ്റ് മേക്കപ്പാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അന്ന് ഇത്ര ഗ്ലോസി ആയിട്ടുള്ള മേക്കപ്പാണ്, അതുകൊണ്ട് ഒരുപാട് ഫൗണ്ടേഷൻ ഇട്ട് അങ്ങോട്ട് പുട്ടി പോലെ അടിച്ച പോലെ ആക്കുന്നില്ല, ഇച്ചിരി ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് കൈ വെച്ചോ അല്ലെങ്കിൽ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചോ അപ്ലൈ ചെയ്യാം. ഞാനൊരു ബ്രഷ് ഉണ്ടായിരുന്നു, അപ്പോൾ ബ്രഷ് വെച്ചാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് സ്പ്രെഡാക്കി കഴിഞ്ഞ ശേഷം നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത മൈ ഫേവറേറ്റ് ഐറ്റമാണ് ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ഈ ബ്ലഷ് എന്ന് പറയുന്നത്. അങ്ങോട്ട് തേച്ച് കൊടുത്ത്, കാരണം നൈറ്റ് ആയതുകൊണ്ട് കുറച്ചങ്ങോട്ട് തിളങ്ങി കുറച്ച് പിങ്കിഷ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഇത് ഇട്ട് കൊടുത്തത്. അതിൻ്റെ കൂടെ മെബ്ലൈനിൻ്റെ ഐലൈനറും പിന്നെ അതിൻ്റെ തന്നെ പെൻസിലാണ് ഞാൻ താഴത്ത് എഴുതി കൊടുക്കുന്നത് കേട്ടോ. കാരണം ഇങ്ങനെ നമ്മൾ മുകളിൽ ഐലൈനറും താഴത്ത് പെൻസിൽ വെച്ച് എഴുതി കഴിഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ജസ്റ്റ് ട്രൈ ചെയ്ത് കേട്ടോ, ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഐബ്രോസ് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുകയാണ്. ഐബ്രോസ് നല്ല രീതിയിൽ വളർന്ന് പന്തലിച്ച് ആയിട്ടുണ്ട്. അത് ജസ്റ്റ് ത്രെഡ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഫില്ല് ചെയ്ത് കൊടുത്ത് ഞാൻ ഇയറിങ് മാറ്റുന്നില്ല, ഈ ചെറിയൊരു കുഞ്ഞ് സ്റ്റെഡാണ് ഇടുന്നത്. അതും കൂടി മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഓവറായാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ മേക്കപ്പ് ഫിക്സറും കൂടി അപ്ലൈ ചെയ്തു, അതും സ്വിസ് ബ്യൂട്ടിയുടെ തന്നെയാണ് കേട്ടോ. പിന്നെ ലാസ്റ്റാണ് നമ്മുടെ ഒരു കിഡിലൻ ഈ ഒരു ലിപ് ലൈനർ, നല്ല ലിപ് ലൈനറാണ് കേട്ടോ, സ്വിസ് ബ്യൂട്ടിയുടെ തന്നെയാണ്. സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ എല്ലാ പ്രൊഡക്റ്റും ഒരുവിധം അത്ര നല്ല ക്വാളിറ്റിയുള്ള നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഈ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ കുറേ നാളായിട്ടോ യൂസ് ചെയ്യുന്നത്. നല്ലൊരു ഷെയ്ഡാണ്, പക്ഷേ എനിക്ക് ഷെയ്ഡ് ഓർമ്മയില്ല, പേര് ഓർമ്മയില്ല. ഞാൻ പറ്റുവാണെങ്കിൽ ഞാൻ പിന്നെ ഇത് വെക്കാൻ നോക്കാം കേട്ടോ. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, നമ്മൾ എന്ത് കഴിച്ചാലും അത് അവിടെ തന്നെ നിൽക്കും. ഇതാണ് നമ്മുടെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ടെന്നൊന്ന് പറയുന്നത്. ഇത് സിറാണ് കേട്ടോ, ഹെയർ സിറമാണ്, ലോറൽ പാലസിൻ്റെയാണ്. ഞാനിപ്പോൾ സ്മൂത്തനിങ് ചെയ്ത കാരണം കൊണ്ടാണ് കേട്ടോ ഇത് അപ്ലൈ ചെയ്യുന്നത്. ജസ്റ്റ് ഗ്ലോസി പോലെ കിടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഷൈനിങ് ഒക്കെ തരും. അപ്പോൾ എൻ്റെ ഈ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഹസ്ബൻഡ് ഡ്രസ് ചലഞ്ചാണ് ഞാനിപ്പോൾ പരമാവധി നോക്കാം പെയർ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ, സീ യു, ടാറ്റാ.